പ്രധാനതാണ് അതായത് ഇതൊക്കെ അന്ന് കണ്ടിട്ടുണ്ടോ? അന്ന് ഇതിൽ നിന്ന് മാറിയിട്ടും ഇതിനൊരു തീർപ്പ് വേണമല്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതെങ്ങനെ ആരിൽപ്പൊടി കിട്ടില്ല. അപ്പൊ അന്നത്തെ എന്റെ ചിന്താഗതിയില് ഇപ്പൊ ഇത് നരേന്ദ്ര സ്വാമി പറഞ്ഞിരിക്കാൻ അപ്പൊ ഇത് കണ്ടിട്ട് എനിക്കിത് സാധ്യമാണോ? ആകും. അപ്പൊ നരേന്ദ്ര കവിതയിൽ തന്നെ ഉടലോട് പോയരെ പരമേശന്റെ പരാർത്ഥവർത്തനോ നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയതിനെ കമ്മതിന് വഴി ശ്രമിച്ചിട്ടുള്ള അനുകമ്പാദേശമെന്ന് പറയും. അപ്പൊ ഇതാണോ എന്താണ് ഇങ്ങനെ വന്നത്? പക്ഷെ ഇതെല്ലാം സത്യമാണ്. അപ്പൊ ഈ സ്വാമി പറഞ്ഞതെല്ലാം കണ്ടിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടു, ഇതിങ്ങനെ എല്ലാം സത്യമാണ്. കടലൂർ രാമലിംഗത്തെയാണ് അവരോട് പരമേശ്വരൻ രമേശന്റെ വരാത്ത ഭക്തനാണ്. എല്ലാം നോക്കിയിട്ട് ഇതന്നെയാണോ? അപ്പൊ ഈ അനുഭവത്തിൽ വരാൻ അനുഭവത്തിൽ ഒന്ന് ഓരോ അനുഭവവും പൂർത്തിയാകുന്നത് അത് ഇങ്ങനെയാണ്. പറഞ്ഞു വരുമ്പോ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞില്ലേ മനസ്സിലാകുകയും ഭൂതപ്രേത വിശാചുക്കൾക്ക് മുൻപ് ഈ ലോകത്തിന്റെ സൃഷ്ടിവിശേഷത്തിൽ ആദ്യം സംഭവിച്ചത് വെള്ളവും ഭൂമി സൂര്യന്റെ ചന്ദ്രന്റെ ഇതും കൂടി വ്യാപകമായി ഈ വെള്ളത്തിൽ ഈ ജീവജാലങ്ങൾ എങ്ങനെ പ്രവഹിച്ചു? ഈ വെള്ളമാണല്ലോ ആളുകളെ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ വെള്ളം എങ്ങനെ പ്രവർത്തിച്ചു നോക്കി? അതാണ് പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത്. നമ്മള് അത് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചകോശങ്ങളുമാക്കി മാറ്റി ജീവനും ആത്മാവുമായിട്ട് എങ്ങനെ പ്രവർത്തിക്കും? ഈ രംഗം നമുക്ക് ഈ വിദ്വാൻമാർ പറയുന്നെങ്കിലും അത് ശരിയാകുന്നു. അപ്പൊ ഇത് ഈ 5 ഭൂതങ്ങൾ പ്രവർത്തിച്ച് ആ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വരത്തക്ക വിധത്തിൽ രൂപം പ്രാപിച്ചു. അത് പിന്നെ ശക്തമായ രൂപമാണ് പഞ്ചകോശങ്ങളായിട്ടാണ്. അപ്പൊ ഈ 5 കോശങ്ങളിൽ എത്ര കോശം നമ്മൾ പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം ഒന്നിനെ പറയുകയും ചെയ്യാം. പ്രാണമയ കോശം, പ്രാണമയ കോശം, ജ്ഞാനമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അപ്പൊ ഇതാണ് നമ്മളെ ഇന്ന് വരെ അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തത്വതി. അപ്പൊ ഇതാണ് ഇവര് പറയുന്നു. പക്ഷെ ഇവര് വേദാന്തം പറഞ്ഞു വരുമ്പോ ഇതൊക്കെ ശൂന്യമായിട്ട് പറയും. ശൂന്യമല്ല. ശൂന്യം എങ്ങനെയാവും? സാറ് തന്നെ പറഞ്ഞു. അവിടെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സാറിന് ഇങ്ങനെ ഒരു ചിന്ത വന്ന് ചെയ്തെന്നും പറഞ്ഞല്ലോ. അപ്പൊ അത് സത്യമാണ്. പക്ഷെ ആരെ അംഗീകരിപ്പിക്കുന്നു? ഇവിടെയാണ് നമ്മൾ അതെ. അപ്പൊ ഇതിന് പറ്റുന്ന ഒരു മാർഗം ഇതിലോട്ടൊന്നും വരത്തില്ല. അഭാവമാണ് പലപ്പോഴും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സാധനമായി. അതെ. അപ്പൊ ഇതിനെ നമ്മളിവിടെ കണ്ടിരിക്കണം. മൂർത്തിയുടെ ആ ഭാവത്തിൽ ഇതൊരു ഭയങ്കര ആളുകളായി. പക്ഷെ ഇത് അവിടെ കടന്നു പോകാൻ വിടാതെ ഈ വന്നു ചേർന്ന സകല ആളുകൾക്കും ഈ ഒരു 10 കൊല്ലമൊക്കെ ആശുപത്രിയിൽ കിടന്നവർക്ക് വെറും ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം സുഖമായി. ആരെങ്ങനെ വരാതിരിക്കും? ഇങ്ങനെ വന്നു. അതൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നടക്കാതെ ആയിട്ട് അത്രയും ആളുകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്.
ഒന്നും നടക്കാതെ വിഷമമായി. ഇങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. ഇനി എനിക്ക് ചെയ്യാം. ഈ അപ്പോഴെന്റെ വിചാരം, ഞാനല്ല ഇത് ചെയ്യുന്നത്, എനിക്ക് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഗുരുസ്ഥാനത്തിരുന്നും കൊണ്ട് ഇത് ചെയ്തു. ശിഷ്യനാണ് ചെയ്യുന്നത്. അത് മനസ്സിലായെന്നറിയുന്നു. അപ്പൊ ഈ ശിഷ്യൻ ചെയ്യുമ്പോൾ തെറ്റ് വരും. തെറ്റ് തിരുത്താനേ ഗുരുവിന് പാടും. പക്ഷെ എനിക്കും ഈ തെറ്റ് തിരുത്താൻ ആ സമയത്ത് കഴിയും. കാരണം ഇതിനപ്പുറത്തുണ്ടെന്നുള്ള കാരണങ്ങൾ എന്നെ അറിയിച്ചിട്ടേ ഇല്ല. ഇനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് രണ്ടുപേര് കാണത്തക്ക വിധത്തിൽ അത്രയും മഴക്കും വൈരണ്യൊക്കെ വന്നു. രണ്ടുപേര് കാണത്തക്ക വിധത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കുരുതി. വർക്കല സൂര്യന് മാറിഞ്ഞിട്ടാണ് വടക്ക് വെച്ചത് കോളേജിനടുത്തൊരു കുഞ്ഞ് ഉണ്ടാക്കി, അവിടെ ഒരു കൊച്ചു കൂടുതലുണ്ടാക്കിയിട്ടിരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആല് പോകുമ്പോ ഗുരു പറഞ്ഞത് ഒരാൾ 6-7 കൊല്ലം വീട്ടിന്റെ നമ്മുടെ വീട്ടിന്റെ തൊട്ട് മോഹന വർക്കല. അവിടെ ഇരുന്നിട്ട് ഒരു 6-7 കൊല്ലം ഒരു ആരും വന്നില്ല. ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, ധ്യാനം ചെയ്തു. 7 കൊല്ലവും 4 മാസം. അത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ അതുപോലും ആളുകൾ ഒരു ഉത്സവപ്പറമ്പ് പോലെ ആളുകൾ പറഞ്ഞു. അത് കുറെ കാലം ഈ ശേഷം വീണ്ടും ആളുകളുടെ അപ്പൊ ഈ ദേഹദാംശം പൂർത്തിയാകുന്നവരെ ശരിയായി. അത് കഴിഞ്ഞ് ഈ ഋഷി സന്യാസി ജ്ഞാനി എന്ന് പറയുന്ന ഭാഗത്ത് സകലതും പേശുക. ഇത് കാണുക. അത് അങ്ങനെ മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ഈ നരനൂര് പറഞ്ഞില്ല ഇപ്പൊ ഇതില്, അത് തന്നെ അങ്ങനെ കണ്ടുവരിക. ഇതിനെ എങ്ങനെ സാക്ഷാത്കരിച്ചത് എങ്ങനെ കളയും, എങ്ങനെ എടുക്കും? ഈ ഒരു അധർമ്മം പോലെ ധർമ്മം പാലിച്ചു നിൽക്കുക. എന്ത് ചെയ്യും? അങ്ങനെ അവിടെ 3 കൊല്ലത്തോളം ആ വഴിക്ക് കഴിഞ്ഞു. ഇനി 2 പേര് കാണത്തക്ക ഇരിക്കരുത് എന്നൊരു അറിയിപ്പ് കിട്ടി. അതാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നൊരു 3 മാസം കഴിഞ്ഞപ്പോ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. വീണ്ടും തുടങ്ങിയപ്പോ പഴയതുപോലെ തന്നെ അനുഭവം ഭയങ്കരമായിട്ടില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോ അത് അതുപോലെ തിരിച്ചു കിട്ടിയത് പോലെ. ഇതെന്താണെന്ന് അറിയാൻ വയ്യാതെ വളരെ വിഷമിച്ചു. 44 രോഗികൾ, വളരെ വലിയ രോഗികൾ, പിന്നെ 64 പേര് അത്യാവശ്യമുണ്ട്. ഇവരെല്ലാം ഇവിടെ 1.5 മാസം 2 മാസം, ഒരാഴ്ച 1.5 കൂടിയ 1 മാസത്തിനകത്തെല്ലാം വിട്ടയക്കാം. ഇത് 3 മാസം കഴിഞ്ഞിട്ടും പോകാനിക്കുന്നത്. അങ്ങനെ കിടന്ന് വിഷമിച്ചു. അവസാനം ഇത് ചോദിച്ചപ്പ അത് തെറ്റുവന്നു വന്നാണ്. തെറ്റു വന്നു. ആ തെറ്റ് നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തിയില്ല? ഉത്തരവ് ഇത് താഴേക്ക് കേട്ട പുതുമ തോന്നത്തക്ക രീതിയാണ്. അത് ചോദിച്ചപ്പോൾ ഉത്തരമാണ്. അപ്പൊ ഞാനിത് വളരെ വിഷമിച്ചെത്തു. അപ്പൊ ഉപദ്രവങ്ങൾ ഇവിടെ വിഷമിക്കുക. ആളുകളും കൂടെ നിൽക്കുന്നവരുമില്ല. ഇവിടെ ഒരു തണലില്ല, ഒന്ന് കയറിയിരിക്കുക, ഒരു ഷെഡില്ല. ഈ ആളുകൾ ഈ വെയിലത്തും മഞ്ഞിലും കാറ്റത്തും മഴയിലും ഒക്കെ കിടക്കുക. അതാ ഇവിടെ വലിയ കല്ലുണ്ട്, ഉരുളം പാറയാണ്, മലയായിട്ട് കിടക്കുകയല്ലേ. ഈ കാണുന്ന ഒരു മരം ഉണ്ടായില്ല, മൊത്ത തുള്ളാണ്. ഇതെല്ലാം ഇവിടെ പിന്നെ വെച്ചുപിടിപ്പിക്കുകയാണ് വേണ്ട. ഇവിടെ കാട്ടും പ്രദേശമാണ്. ഇതൊരു ചെറിയ വഴി പോലെ പ്രദേശം വനം പോലെ കിടക്കും. ഇതിന്റെ ഇടയിൽ ഒരു കൊച്ചു ഷെഡ്, ഒരു പോലെ കൊണ്ടിട്ട് പിന്നെ 1-2 കൊച്ചു ഗുരുവിനിരിക്കാനുള്ള ഒരു ചായ്പ് പോലെ ഒരെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാര്യം.
ഈ കാണുന്ന വലിയ പ്ലാവും മരം എല്ലാം അതിന് ശേഷം അവിടത്തെയും ഗതി ഏതാണ്? എന്താ അവിടത്തെയും ഗതി ഏതാണ്? വെറും ഒരു മുട്ടക്കുന്ന അതെ മരങ്ങളായ കാട്ടുപുല്ല് പിടിച്ച് കൃഷി വിദഗ്ധന്മാര് വന്നിട്ട് ഇവിടെ വിട്ടുപോണ ഇവിടെ ഒന്നും ചെയ്യാൻ വയനാട് എല്ലാവരും തുടങ്ങിയിരിക്കുന്ന വലിയ പ്രദേശം ഒരുപാട് ആക്രമം വെച്ച് അവിടെ കൃഷി ജീവിപ്പിക്കുമ്പോ അവിടെ വലിയ തോട്ടങ്ങളായി മാറും. എല്ലാരും ചെയ്തു എല്ലാം ഇത് ഇങ്ങനെ പറയാൻ കാരണം ഇത് ഇങ്ങനെ കണ്ട് ഞാൻ തന്നെ പറയുകയാണ്. ഞാനൊരു ഗുരു പരമ്പരയിൽ വന്നതാണ്. കിട്ടിയില്ല എനിക്കൊന്നും വരാൻ എടുത്ത് ദൂരകളേതാണ്. ഇത് പറഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം. എന്ത് സ്വാമി ഇങ്ങനെ പറയും? ഇത് പറഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനപ്പോ ഒരു അകത്ത് കയറി വെറുതെ ചുമ്മാ കുത്തിയിരിക്കുക. ആഹാരമൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ വന്ന് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എന്നിരിക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും ഒന്നും ചെയ്യാൻ. ഇങ്ങനെ ഈ കിട്ടിയതും കാണുക. അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു പ്രകാശം, ഒരു വലിയ, അതായത് ഈ സൂര്യനൊരു 10-15 കൂടിയാൽ പെട്ടെന്ന് മിന്നി പ്രകാശിക്കുന്ന ഒരു സ്വഭാവത്തിൽ ഇതാണ്. വിഷമിച്ചല്ലേ സാരമില്ല, ഞാൻ വൈകുന്നേരം 5 മണിക്ക് 5 മിനിറ്റുള്ളപ്പോൾ വരും. എനിക്ക് ആഹാരമൊക്കെ കഴിച്ചോളൂ. ഈ വെള്ളം എനിക്ക് ഇന്ന് രാവിലെ വെള്ളം കോരരുതെന്ന് പറഞ്ഞ് വെള്ളം കോരി കുടിച്ചവര് ഛർദ്ദിച്ചു. പിന്നെ വെളിയിൽ പോകരുതെന്ന് പറഞ്ഞു. വെളിയിൽ പോയപ്പോൾ അവർക്ക് 2 അടി. ഈ കുളത്തൂരുള്ള 2 ചെറുപ്പക്കാർ ഒരു പെണ്ണിന് പ്രാമ്പായിട്ട് കൊണ്ടുവന്ന് ചെയ്യും. ഇവർ തടി കിട്ടി. ഇവര് പിന്നെ അപ്പൊ വെള്ളം കോരി ഇവിടെ നിന്ന് കുടിക്കാനൊക്കില്ല, വെളിയിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ. ഇവിടെ വന്നാൽ വേണം. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞ പരിധി എന്ന് പറയുന്ന സമയത്ത് ഒരു കുടിക്കാൻ ചെറുപ്പം കുടിച്ചോന്ന് പറയുമ്പോ കുഴപ്പം. ഇതെല്ലാം വാക്കുവെച്ചുകൾ ചെയ്യാവും. അതനുസരിച്ച് ഇപ്പൊ ചെയ്യുന്നു. ആ തന്ന വാക്കുകൾ അനുസരിച്ച് തന്നെ ഈ പഠിക്കാതെ വന്നപ്പോൾ ആണ് പുതുക്കിയത്. അതിന് ശേഷമാണ് അന്ന് വരെ കാണാത്തൊരു പ്രകാശം. അതാണ് ഈ 15 സൂര്യനുള്ള ആ പ്രകാശത്തിന് എടുത്തിട്ട് കണ്ടെത്താന്ന് പറഞ്ഞു. കുട്ടിക്കല്ലേ ഇത് കഴിഞ്ഞ് വന്നു. അന്ന് തന്നെ 4 വലിയ രോഗം തീർന്നു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് സകല രോഗം ഈ 64 എണ്ണം തീർന്നു. തീർത്തവരെ വീട്ടിൽ കൊണ്ടുവന്നു. കാരണം ഞാൻ തന്നെ ചെയ്യണത്. യാത്ര ചെയ്യണമെന്നും നിർബന്ധമായിട്ട് പറയുക. സകല അത് എന്റെ കൂടെ നിൽക്കുന്ന ഒരു ചെറുക്കൻ, ഇവർക്കെല്ലാം പറയും, മഹാവിരുദ്ധനാണ്. അവൻ ഇതൊക്കെ കണ്ടിട്ട് ചെയ്യാനൊക്കെ വളരെ മിടുക്കനാണ്. പക്ഷെ അവൻ ഇഷ്ടം പോലെ എന്തും ചെയ്തു. അപ്പൊ ഇതിനെ കൊണ്ടുപോകാൻ എനിക്കൊരിക്കുകയും ഇവൻ വഴിയിട്ട് തെറ്റിച്ചാൽ എന്ത് ചെയ്യും? അത് എനിക്ക് ചെയ്യാനും വയ്യ. അങ്ങനെ വേറൊരു കൊച്ചുപെണ്ണ് ഇവിടെ ഉണ്ട്. അവന് ഒരു ദർശനം വീട്ടിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇവനെ കൊണ്ടുപോയില്ല. 4 പേര് കൂടി ഞങ്ങൾ അവിടെ
കന്യാകുമാരി ചെന്നിട്ട് അവിടെ ഇരുന്ന് ഓരോന്നും ചിന്തിച്ച് വന്ന് അന്ന് ഈ വിവേകാനന്ദ പാറ ഇപ്പോഴുണ്ടല്ലോ, അന്ന് അവിടെ അത് തുടങ്ങിയിട്ടില്ല. അതെ, അത് വെറുതെ കിടക്കും. അപ്പൊ ഇവിടെ ചെന്നിരുന്നും കൊണ്ട് ചിന്തിച്ചിട്ടാണ് ഇത് എങ്ങനെയാണ് ഇപ്പൊ തോന്നി. ഈ പെണ്ണിനെ വിളിപ്പിക്കാന്ന് പറഞ്ഞു. ഓർഡറിനെ വിളിപ്പിച്ചു. അപ്പൊ അതിരാവിലെ പോയി രാത്രി 8 മണിക്കാവും വന്ന് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ തന്നെ അടുത്തിരുത്തി ഇന്ന് എന്താണെന്ന് നോക്കാൻ പറയും. ഇന്നത്തെ ദർശനം കിട്ടിയിട്ടുണ്ട്. ആ ദർശനം പ്രകാശം പിടിച്ചിട്ട് നോക്കാം. നോക്കി ഇരുന്നപ്പോ പറഞ്ഞു ഒരു വലിയ ഇടവഴി കാണണം. അത് വന്ന് ഒരു കടലിലേക്ക് പോകുന്നത്. പിന്നെ അതൊരു ചങ്ങലയിട്ട ഒരു സ്ഥലം കാണണം. അപ്പൊ വിവേകാനന്ദനെ പോലെ ഒരുത്തൻ നടന്നു വരും. ഇവൻ കാലും കൈയും കഴിയിട്ട് ഒരു ക്ഷേത്രത്തിന്റെ പുറകിൽ പോയിരിക്കും. അപ്പൊ പറഞ്ഞു മതി, സത്യമാണ്, എനിക്കതറിയാം. പിറ്റേ ദിവസം രാവിലെ ബാക്കി പോരാത്തൊക്കെ പറഞ്ഞു. ഏതാണ്ട് 4 മണിക്കൂറൊക്കെ എടുത്താണ് ഇത് ചെയ്തു വന്നിരുന്നത്. അപ്പൊ ഇത് കിട്ടാൻ എങ്ങനെയാണ് കാരണമെന്ന് ആർക്കും അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. അപ്പൊ ഇതിനിടയ്ക്ക് ഇവർക്ക് തെറ്റ് വന്നപ്പോ വാർത്തകൾ വെച്ച് തന്നെ എനിക്ക് തെറ്റ് പറ്റിയതാണോ അത് ഈ ചെയ്തവർക്ക് തെറ്റ് പറ്റിയതാണോ, അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോ ഒരു അവധൂതം വന്നപ്പോയി. വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ഇങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ഉടനെ തിരിഞ്ഞടക്കുക. ഞാൻ പറഞ്ഞു ഒരു 2 പഴം, ഈ പഴം കയ്യിൽ എന്ത് കഠിനം എന്നാണ് പറയും, അത്ര നല്ല സുഖമാണ്. അങ്ങനെ വന്ന് അവദാസം എന്നൊരു കോളേജ് പ്രൊഫസറുണ്ട്. അവനിങ്ങനെ നടന്നു വരുമ്പോ കുട്ടികളുമായിട്ട് വരുമ്പോ ഇയാളെങ്ങിറങ്ങി. ഈ കുട്ടികൾ ഇയാളെ കണ്ടിട്ട് പോയി. ഇയാൾ എറിയാതെ അങ്ങനെയൊക്കെ നടക്കും. പോയപ്പോ ഇവനോട് ഇംഗ്ലീഷിലങ്ങ് സംസാരം തുടങ്ങും. ഇയാള് എന്ത് ചെയ്യാൻ സമയം ഇവർ ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ നിങ്ങൾ തന്നെയാണ് കോമാളി കാണിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് അന്ന് കാണാമല്ലോ, പിന്നെ എന്തിനാണ് ഈ കോമാളി എടുത്ത് ഇങ്ങനെ കയറ്റിയിരിക്കുന്നത് എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചത്. ഇതൊക്കെ ഗുരുവിനൻ വിദ്യാർത്ഥികൾ കണ്ട് നമുക്ക് അവിടെ ഓടിക്കുന്നത്. അപ്പൊ ഈ ബസ് അല്ലേ വന്നിട്ട് ഇയാളിങ്ങനെ അഭിനയിച്ച് നടക്കുന്നതല്ലാതെ ഈ കാണടിച്ചിട്ട് ഇയാൾ മാറും. ഈ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കിയപ്പോ അയാളൊരു വരളങ്ങ് ദൂരത്തിലായി. ഇത് ഇങ്ങനെ ഒരു അത്ഭുത വേല പോലെ കണ്ടു. അത് നടരാജ പറഞ്ഞപ്പോ ഇദ്ദേഹം വന്ന് പിടിച്ച് അപ്പൊ ഇത് പിള്ളേര് ഇതെല്ലാം കണ്ടു നിൽക്കുക. അടുത്ത വിദ്യാർത്ഥികൾ ഇദ്ദേഹം വന്ന് പറഞ്ഞു, സ്വാമി അപ്പം ഗുരുകുലം വരെ പോവാൻ ആര് നടരാജ വരുവോ? ശരി, എനിക്ക് മനസ്സിലായി. ഞാനേ ഇപ്പോഴങ്ങ് വരാം, പിന്നെ വരാം. ഞാൻ ഇവിടെ ഒരു നല്ല മനുഷ്യൻ ഇരിക്കുമെന്ന് അറിഞ്ഞു. ഞാൻ വന്നതാണ്, കണ്ടു. ഇനി പോവുക. ഇപ്പൊ ഞാൻ എങ്ങോട്ടും പോവില്ല, ഞാൻ പോവുക. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് എന്നെ അറിയിക്കാൻ വന്നതാണെന്നാണ്
പിന്നെ മനസ്സിലായി. അങ്ങനെ ഒരു അവധൂതന്റെ തിരുത്താണ് നമുക്ക് പിന്നെ ആ തിരുത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കാൻ കാരണം. ഇവിടെ വന്നിരുന്നു, ഇതിങ്ങനെ വന്ന് ഇതും ഇന്നും മോശമായി. അവിടത്തെ പിന്നെ ഇങ്ങനെ പറഞ്ഞു എടുത്ത് കളയിടാന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ 5 മണിക്ക് 5 മിനിറ്റുള്ളപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചു ഇപ്പൊ വരുന്ന ആർക്കും തന്നെ കഴിഞ്ഞു. അന്ന് 7ാമത്തെ തീർത്ത് ബാക്കിയെല്ലാം ഒരാഴ്ച കൊണ്ട് പകരുന്നും തീർത്ത് പോയി. അങ്ങനെയാണ് യാത്ര. അതാണ് കന്യാകുമാരി പോയിരുന്ന തീക്കുറ്റിയെ കൊണ്ട് കുറ്റി വന്ന അപ്പൊ ഇങ്ങനെ അത് ഈ തെന്നിന്ത്യയിലുള്ള വലിയ ഇടമെന്നൊക്കെ പറയുന്നിടത്ത് പോകേണ്ടി വന്നു. പോയി എത്ര ആളായിരുന്നു? ഇല്ല, ഇരുന്നൊന്നുമില്ല. ഓരോ ദിവസം ഇത് നോക്കും, അവിടെ നിന്ന് പോകും. അങ്ങനെയാണ്. അപ്പൊ ഇതെന്തൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നതെന്നാണ്. കന്യാകുമാരി ചെന്നപ്പോൾ ദേവി പറഞ്ഞു ഇപ്പൊ ദർശനത്തിൽ വരരുത്, ദർശനത്തിൽ വന്നാൽ പൂജ എടുക്കാൻ. അങ്ങനെ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഇങ്ങനെ എനിക്ക് ക്ഷേത്രത്തിന്റെ വാതിൽ ചെല്ലാനും. അപ്പൊ പൂജ ഇറക്കാൻ ഒക്കില്ലെന്നാണ് ഇതേ ശക്തി തന്നെ വന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മള് ഈ തൃശ്ശൂര് തൃപ്രാംകുണ്ട്രം പിന്നെ ഈ തൃശ്ശിനാപ്പള്ളി ഇവിടെയൊക്കെ ചെന്നപ്പോഴേ ഒരു സ്ഥലത്ത് എനിക്ക് നേരെയില്ല, അങ്ങ് വരരുത് പൂജയാക്കാൻ. ഉടനെ എണീക്കുന്നാ പറയും. ഇത് കഴിഞ്ഞ് 3 മാസം യാത്ര വേണമെന്ന് പറയും. ശരിക്കും പറയുന്നത് അന്ന് പിന്നെയാണ് ഒന്നും ചെയ്യാതെ 2.5 കൊല്ലം, പിന്നെ 1.5 കൊല്ലം കൂടി നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞെന്നാണ്. ഇതാണ് വിഷയം. ഈ ക്രമം നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്ത് വരേണ്ട ഒരു കാര്യമാണ്. ഇക്കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈ ഏതു ദേവനോ ദേവിയോ പിശാചോ എന്തോ ആയിക്കോട്ടെ, അതിനെ മാറ്റാനുള്ളൊരു പരിചയമുണ്ട്. ചിലത് മാറിയില്ല, അവരുടെ ജീവൻ ഉറയിപ്പോഴും അത് മാറില്ല, ബാക്കിയെല്ലാം. ഇവര് ഇങ്ങനെ പിശാച് മാറ്റും എന്നുള്ള കാര്യത്തിലല്ല ഇവര് വരുന്നു. ഇപ്പൊ വിശ്വാസത്തിന്റെ വരിക ഇവരെല്ലാവരും വരികയും വിശ്വസിക്കുകയൊക്കെ ചെയ്യണം. അവർക്കും ദർശനവും ഭക്തിയും കേൾക്കുന്നു. അപ്പൊ ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് വിഷയം. അല്ലാതെ ഞാൻ എന്തെങ്കിലും എന്റേതായ ഒരു ആഗ്രഹത്തിൽപ്പെട്ടതോ ഒന്നുമല്ല. പറഞ്ഞു തന്ന അടിസ്ഥാനത്തിൽ ഇന്ന് വരെ ശരി. ഈ നിലയിൽ തന്നെ മുമ്പോട്ട് അത് വളർന്ന് വികസിക്കുക, ഒരു നിലനിന്ന് പോകത്തക്കവണ്ണം ഉറപ്പാണ്. അതെ, ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമല്ലോ. അത് അത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിന് പറഞ്ഞു വന്ന് ഇവിടെ ഒന്ന് ചെയ്യുന്നു. ഇപ്പോൾ ഉണ്ടായി കാണിച്ചേക്ക്. സഹകരണം എന്ന ഉദ്ദേശം അധികാരമില്ലാതെ പ്രവർത്തിച്ച് നിങ്ങളുടെ ത്യാഗം കൊണ്ട് പിടിച്ചു വെക്കുക. ആ ത്യാഗമാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. വേദാന്തം ഒരു തികഞ്ഞ സോഷ്യലിസമാണ്, പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടം? ശാന്തിഗിരിയുടേത് ഒരു ധാർമ്മിക വശമാണ്. അത് തൊഴിലാളി വശമോ മറ്റൊന്നോ അല്ല. എല്ലാവർക്കും എല്ലാം കിട്ടുന്നു. സകല സന്യാസിക്കും സകല ബ്രഹ്മചാരിക്കും സകല ധർമ്മമാർജിക്കും പറ്റിയതാണ് ശാന്തിഗിരിയുടെ പ്രശ്നം. ഇങ്ങനെ 4 പ്രശ്നമാണ്. ഇത് ആദ്യത്തെ പ്രശ്നം.
കുറെ വാചകങ്ങളും ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ നമ്മൾ സാധാരണ സംഭാഷണത്തിന്റെ ഇടയിൽ വരുന്നത് ഇതിനു വേണ്ടി പറഞ്ഞതല്ല. വകുപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ജനങ്ങളുടെ യഥാർത്ഥ സഹകരണം അത് ഉണ്ടാവണം. സഹകരണത്തിൽ അധിഷ്ഠിതമായ ഇന്ന് സാധാരണ ജനങ്ങളുടെ ഉന്നമനം സാധ്യമാവൂ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കൂട്ടായ്മ ഞാൻ ആ ആധ്യാത്മിക വശം കണ്ടുകൊണ്ട് എന്നാൽ അതിൽ ഞാൻ കൈയെടുക്കാതെ തന്നെ പറയുന്ന ധാർമ്മിക വശമുണ്ട്, സാമൂഹിക വശമുണ്ട്, സാംസ്കാരികമായ ഒരു വശമുണ്ട്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മനുഷ്യന്റെ നന്മ, മനുഷ്യനൊരു സഹകരണ ജീവിയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനെ ആശ്രയിക്കാൻ പറ്റും. അതായത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഒരിക്കലും കുറവായിട്ട് വരും. ഇത് ഇവിടെ ഒരു കെട്ടിടം ഇങ്ങനെ ഉണ്ടാവുക നല്ല കാര്യങ്ങൾ അങ്ങേക്ക് ഇതെല്ലാം തീർച്ചയായിട്ടും സാധിക്കുന്നതൊക്കെ മുഴുവൻ ജീവിതം ആ ഒരു നിലയിലാണ്. അതിനൊരു ആധ്യാത്മിക വശമുണ്ട്. എന്നെ പോലുള്ളവര് ഞാൻ ആ നിലയിലേക്ക് കടന്നു വന്നിട്ടില്ല. എനിക്ക് എന്നാൽ അത് ഞാൻ കാണുന്നുണ്ട്. ഞാനൊരു സമൂഹ ജീവിയാണ്. സാധാരണ ആളുകളെ പോലെ ആ ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ വശങ്ങളെയൊക്കെ കാണുകയും അതിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു പോകുന്ന സാധാരണ നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഇത് നിലനിന്ന് പോകണം. അത് അത് സമൂഹത്തിന്റെ ഒരു വലിയ ആവശ്യമുണ്ട്. സമൂഹത്തിന്റെ നിലനിൽപ്പ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് കൂടി ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ സൊസൈറ്റിയുടെ കാര്യങ്ങൾ കൂട്ടായ്മ ഒരു വിശ്വാസം രണ്ടാം ക്ലാസ് 2-ാം വർഷം 2-3-9 അതിന്നിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, സമൂഹം ആ ഒരു നിലയിലേക്ക് തിരിഞ്ഞു വരാൻ എല്ലാ പ്രേരക ഘടകങ്ങളും ഒരുമിച്ച് വന്നില്ല എങ്കിൽ സമൂഹത്തിന്റെ അധപ്പതനം. അതിന് എത്ര തന്നെ ആഗോളമായ കാര്യങ്ങൾ പറഞ്ഞാലും ശരി, ഇന്ന് ആഗോളമായ ചിന്ത വളരെ ആവശ്യമാണ്. പക്ഷേ അത് പ്രായോഗികമാകണമെങ്കിൽ നമ്മൾ തദ്ദേശപരമായുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുവരണം. ആ ശക്തിപ്പെടുത്തലിൽ നമുക്ക് ആഗോള ചിന്ത നമുക്ക് സഹായിക്കും. അത് ആഗോളമായ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഈ തദ്ദേശപരമായ കാര്യങ്ങളെ ഒരു പ്രകാരത്തിലും ബാധിക്കാത്ത വിധത്തിലുമായിരിക്കും. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് സർക്കാരും മറ്റു വിധത്തിലുള്ള അവരുമായിട്ട് വലിയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു ഉദ്ദേശം ഇങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ ഒരു ഉദ്ഘാടന സമയത്ത് നമ്മുടെ ഈ ആശയങ്ങൾ ചേർന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കുറെ ആളുകളെ ക്ഷണിക്കുക. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതിന് അല്ലെന്ന് ആണെന്ന് പറയാനല്ല, രണ്ടുമല്ല. ഇതിൽ ഇന്നോളം നമുക്ക് വന്നിട്ടുള്ള പരാജയങ്ങൾ ഇന്നതൊക്കെയാണ്.
ഇതിന് നമുക്ക് ഇന്ന കാരണത്താൽ ഞങ്ങൾക്കായി പോകണം എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു അവരുടേതായ ചില പാണ്ഡിത്യവും നമ്മുടെ കാഴ്ചപ്പാടും വരുത്തുമ്പോ നമ്മളിത് നിങ്ങൾ എടുക്കണം എന്ന് പറയല്ല ഞങ്ങളുടെ ആവശ്യം, അറിയിക്കുക എന്നുള്ള ആവശ്യം. അപ്പൊ ഈ അറിയിക്കുക എന്നുള്ള ആവശ്യത്തിൽ കൂടുതലായി കൊള്ളാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഭവ സിദ്ധാന്തമാണ്. അത് ഇന്നതൊക്കെ നിൽക്കുന്നവര് നിൽക്കും, അല്ലാത്തവർ പോകും. അപ്പൊ ഇത് തുടക്കം മാത്രമാണ്. അപ്പൊ ഈ തുടക്കത്തോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിനൊത്ത് വേണം നമ്മുടെ ബൈല വരാൻ. ലക്ഷ്യങ്ങള് അതിനെല്ലാം ഇവിടെ ഉണ്ട്. ഇതിനെ ആ ഒരു നിലയിൽ തയ്യാറാക്കണം എന്നുള്ളത് നേരത്തെ അവിടെ വായിക്കാൻ അത് അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഒന്ന് ബേസ് ചെയ്തിട്ട് ഇതില് നമ്മളിപ്പ ഇതിനെ ചെറിയ വിയറ്റ്നാം ടീപ്പ് പോലെയും പ്ലേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ആ ദിവസത്തില് നമ്മള് കുറെ പേര് കൂടി ഇത് ഇന്നതാണെന്ന് പറഞ്ഞ് വ്യക്തമാക്കണം. അല്ലെങ്കിൽ ഇത് കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവില്ല. മനസ്സിലാകത്തക്ക നിലയിലേക്ക് അത് കൊണ്ടുവരണം. അതെ, അത് മനസ്സിലാക്കാൻ അത്ര വലിയ നമ്മളത് ഉപയോഗിച്ചിരിക്കുന്ന ശൈലി തന്നെ സാധാരണ എല്ലാവർക്കും മനസ്സിലാകത്തക്ക ഭാഷയാണ്. അതുകൊണ്ട് അതൊരിക്കലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബൈബിള് എടുത്ത് വായിക്കുമ്പോ പണ്ഡിതനും പാമരനും എല്ലാം ഒന്നുപോലെ കാര്യങ്ങൾ സുഗ്രഹം വളരെ വ്യക്തമായിട്ട് വളരെ ലളിതമായി, നേരെ മറിച്ച് മറ്റു പലതും നമുക്കത് മനസ്സിലാക്കാൻ ഇന്റർപ്രിറ്റേഴ്സ് വേണം. പിന്നെ അതിനെ വീണ്ടും ലഘൂകരിച്ച് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് വൈഷമ്യങ്ങളാണ്. നേരെ മറിച്ചിട്ട് ബൈബിൾ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വളരെ സാധാരണ മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ ആയിട്ടുള്ള ഈ തത്വങ്ങൾ സാധാരണ ആളുകൾ അറിയണം. അതിന് അങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കൂടുതലായി ആരും കൂട്ടിച്ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഇതുണ്ട്. അതിന്റെ ആ രീതി അനുസരിച്ച് പ്രകാശിപ്പിക്കാൻ ചെയ്യാവുന്ന. പിന്നെ ഇത് അറിഞ്ഞില്ലെങ്കിൽ സാറിനൊരു എന്തുപോലെ എന്നൊരു ലക്ഷണം അതില്ല. അതിപ്പോ അങ്ങനെ എനിക്കിതിന്റെ മറ്റുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പക്ഷെ അതേ അവസരത്തിൽ എനിക്ക് ഈ കാര്യങ്ങളിലെല്ലാം അങ്ങേയറ്റത്തെ ബഹുമാനവും എല്ലാം ഉണ്ട്. നമുക്കതനുസരിച്ച് എന്താണ് ഇനി നമുക്ക് ഇപ്പം കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ഇതെങ്ങനെ കൊണ്ടുവരണമെന്നുള്ള മാത്രം ആലോചിച്ചാൽ അതൊക്കെയാണ് ഇതിന്റെ പ്രായോഗികമായിട്ട് അതിനിവിടെയുള്ള ഇന്നത്തെ സെറ്റപ്പ് അതിന് ഏത് നിലയിൽ നിലനിർത്താം, അതിനെ വളരാൻ അനുവദിക്കാം, അതുകൊണ്ടുള്ള ഫലം ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരാം. നോക്കണം, അന്ന് പലതും തുടങ്ങി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ചിലത് കൊണ്ടുവരാനുണ്ട്. അതൊക്കെ മുൻപോട്ട് പോകണം. അതിന് സാമ്പത്തിക വശവും നമുക്ക് മറക്കാനൊക്കില്ല. അത് ഒരു
പ്രധാന ഘടകമാണ് നമുക്കത്. പിന്നെ ഞാനെപ്പോഴും കാണുന്നത് കഴിയുന്നത്ര ഈ ബാങ്ക് വായ്പാ സഹായം, വായ്പാ പദ്ധതി മിനിമൈസ് ചെയ്ത് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും, എത്രത്തോളം അത് വേഗത്തിൽ അത്തരത്തിലുള്ള ബാധ്യതകൾ നമുക്ക് കുറയ്ക്കാം എന്നുള്ളത് നമ്മുടെ ഈ ലക്ഷ്യത്തിലൊന്നായിരിക്കാം. കാരണം ഇന്ന് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ എടുക്കുമ്പോൾ എല്ലാം ഇതിന്റെ സബ്സിഡി മറ്റു ബാങ്കുകളല്ല, നാഷണലൈസ്ഡ് ബാങ്കുകൾ തന്നെ അവർ വളരെ കാര്യമായിട്ടെല്ലാം പറയും. പക്ഷേ പ്രവൃത്തിയിലേക്ക് കടക്കുമ്പോൾ അവർക്ക് തന്നെയും നിയന്ത്രിക്കാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് എങ്ങനെ ഇത് തരണം ചെയ്യാം, ഇതിന് ധന സഹായം വേണ്ടി വരുന്നു, അത് ഇതിന്റെ നിലനിൽപ്പിനെ സഹായിക്കാൻ അതിന് ഒരു പറയുന്ന സസ്റ്റൈനബിലിറ്റി, മറ്റു ബാധ്യതകളൊന്നും വരാത്ത വിധത്തിൽ അത് സ്വന്തമായിട്ട് നടന്നു പോകണം. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭം, സർപ്ലസ്, അത് മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായമായി തീരുന്ന അതാരും ആർക്കെങ്കിലും അത് പോക്കറ്റിലിടാനോ ഉള്ള ഒന്നുമല്ല. അപ്പൊ ആ ഒരു നിലയില് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അതിനനുയോജ്യരായിട്ടുള്ള ആളുകളെ നമ്മൾ തയ്യാറാക്കി കൊണ്ടുവരികയും വേണം. അല്ലേ? ഇപ്പോ ഇവിടെ ബ്രഹ്മചാരികളുണ്ട്, സന്യാസിത്വം സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലൗകിക ജീവിതവുമായിട്ട് ഗൃഹസ്ഥാശ്രമികളായിട്ട് കഴിയുന്നവരുണ്ട്. ഇവരെയൊക്കെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും കഴിവ് ഏത് വിധത്തിൽ ഇതിന്റെ വളർച്ചയ്ക്ക് സഹായമാകുന്നു, നിലനിൽപ്പിന് സഹായമാകുന്നു ആക്കണം. ഇതൊക്കെ പരിഗണിക്കാനും അവർക്കെല്ലാം ഇതിൽ ഇൻവോൾവ്മെന്റ് വരാനുമുള്ള സൗകര്യങ്ങള് നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഏറെക്കുറെ ആ ഒരു നിലയിലാണ് മുതിർന്ന എഴുതന്റെ തന്നെ നിലനിൽപ്പ് എന്നെ കാണുന്നത്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ഇപ്പോ ഓരോന്നും അവർ സ്വയം ആലോചിച്ച് പ്രവർത്തിക്കത്തക്ക ഒരു നിലയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തീരുമാനവും കൂടുതൽ എടുക്കാറില്ല. അതിന് കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ വരണം, കമ്മിറ്റി കൂടി ഇരുന്ന് തീരുമാനിക്കണം. ഞാൻ ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും പ്രശ്നമാണ്. ഞാൻ ഇല്ലെങ്കിൽ തീരുമാനം അറിയിക്കാൻ കാര്യങ്ങൾ ഇങ്ങനെ ചില ഏർപ്പാടുകൾ ഉണ്ട്. പിന്നെ എല്ലാ സെക്ഷൻ പ്രവർത്തിക്കുന്നവരും ഒരു സെക്ഷനിൽ പ്രവർത്തിക്കുന്നവരും മറ്റു സെക്ഷനിൽ എന്തൊക്കെ നടക്കുന്നു എന്നല്ല അറിയാൻ ഉള്ള ഒരു സംവിധാനം വേണം. അത് വരുമ്പോ കുറച്ചുകൂടി ഇതൊരു സംയോജിത സ്വഭാവം ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വരും. പിന്നെ ഇതൊക്കെ വെറും എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് വരുമാനം ഉണ്ടാക്കി വളരണം എന്നുള്ളതല്ല. ഒരു നല്ല ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമാണ്. കൂട്ടായ്മ, സ്നേഹവും സൗഹൃദവും പുലരണം. ആ ഒരു നില വരുന്നതിന് ആവശ്യമായിട്ടുള്ളതൊക്കെ സന്തോഷകരമായിട്ട് കഴിയുക, സ്നേഹവും സന്തോഷവും ഇതൊക്കെ ഇതിന്റെ പശ്ചാത്തലമാണ്. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നതാണ് ദൈവം. സ്നേഹം എന്ന് പറയുന്നത് സത്യമാണ്, സത്യം ദൈവമാണ്. ഇതിനെയൊക്കെ അത് ജീവിതത്തിൽ അനുഭവപ്പെടാൻ എന്താണ് മാർഗം? ഇങ്ങനെ ഞങ്ങൾക്ക് വായിച്ചപ്പോ എനിക്ക് വളരെ ഇത് തന്നെയാണ് നമുക്ക് ഇതിനതേപടി അംഗീകരിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും എടുത്തു മാറ്റാനില്ല. വലിയ ഒരു അനുഗ്രഹമാണ്.
സാധാരണഗതിയിൽ കുട്ടികളോട് പറയാനുള്ളതാണ് രാവിലെ. ഞാൻ എപ്പോഴും ഒന്നും പറയാറില്ല. കുട്ടികൾ തന്നെ ഒരു തരം ഫിലോസഫേഴ്സിനെ പോലെയാണ്, തത്വജ്ഞാനികളെ പോലെ തന്നെ കൊച്ചുകുട്ടികൾ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നത്. ചില കുട്ടികൾ പറയുന്നത് എന്താ, നമുക്ക് അവരിൽ നിന്നും പഠിക്കാനുണ്ട്. കുഞ്ഞുങ്ങളാ, കൊച്ചുകുട്ടികളാണ്. ഞാൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അസംബ്ലിയൊക്കെ നടത്തുന്നത് അവര് തന്നെയാണ്. പിന്നെ അവര് പറയുമ്പോ പറയുന്നതിൽ എന്തെങ്കിലും വല്ലതും ഇവിടെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഞാൻ ചേർക്കും, അതല്ലെങ്കിൽ അവിടെ ഇത് വളരെ മഹത്തായ ഒരു പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നത് അതിന്റെ ആധ്യാത്മികത്വവും അതിന്റെ സാമൂഹിക വശവും അതിന്റെ സാമ്പത്തിക വശവും പിന്നെ അതുപോലെ തന്നെ അതിന്റെ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലും എല്ലാം ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അത് അനുസരിച്ച് ഒരു പ്രിയാമ്പിൾ പോലെ നമുക്ക് ഉണ്ടാകും ഇല്ലേ? നമുക്ക് ഇതിനകത്തൊരു 10-700 ആൾക്കാരോളം ഇതിനകത്ത് ഉണ്ട്. ഈ വന്ന ആൾക്കാർ അന്ന് ആദ്യമൊക്കെ വന്ന ആൾക്കാരാണ്, അറിവുമില്ലാത്ത ഒരു സംസ്കാരമില്ലാത്ത വീട്ടുകളെന്നോ. അപ്പൊ അവരെയൊക്കെ ഒരു രീതിയിൽ ഒരു ചിട്ട, ആശ്രമ ചിട്ട, ആ രീതിയിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ നടത്തി ഒരു വ്യവസായികമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചിന്ത ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും നമുക്ക് അത് പോരാ. ഇപ്പോൾ കാര്യങ്ങൾ വളർത്തിയെടുക്കണം. വളർത്തിയെടുക്കണം. അതാണ് ഏറ്റവും വലിയ അതിന്റെ കൂടെ പോകണം. അതിന് നമ്മുടെ ആളുകളുണ്ട്, കർത്തവ്യമായിട്ട് മാറും. പിന്നെ വളരുന്ന തലമുറ അങ്ങനെ എല്ലാ വേറെ ഒരു പ്രത്യേകത നമ്മളിവിടെ കാണുന്നത്, ഈ പ്രായമുള്ള ആൾക്കാരിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായിട്ട് യുവതലമുറ, കൊച്ചു പിള്ളേരും വളർന്നുള്ള ആൾക്കാരിൽ ഒരു വലിയ മാറ്റം. അവർ ഈ ആശയം ഉൾക്കൊണ്ടുവരികയാണ്. മറ്റവരെങ്ങനെയല്ല ഈ അസുഖങ്ങളും മറ്റുമായിട്ട് ഇതിന്റെ ആശയം എടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണുള്ളൂ. അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതിനെ ഈ രൂപത്തിൽ കൂടി ഇങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും, കുറെ സാധിക്കും. മുഴുവനും നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ ചിലപ്പോ സാധിച്ചില്ല എന്ന്. ഇപ്പോ വ്യക്തിഗതമായിട്ട് നോക്കുമ്പോ അത് സാധിക്കും ഒരാളിനെ. പക്ഷേ കൂട്ടമായിട്ട് എടുക്കുമ്പോ കുറെ പരിമിതികളുണ്ട്. എങ്കിലും നമുക്ക് കുറെ എല്ലാം ഇത് വരുമ്പോഴേക്ക് സാറ് പറഞ്ഞ കണക്ക് തന്നെയാണ് സാറ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിയാണ്. ഈ രീതിയിലൊരു സെറ്റപ്പ് എങ്ങും ഇല്ലാത്ത ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളത്. എല്ലാം കൂടെ ഒരു ശൃംഖലയായിട്ട് ഇങ്ങനെ ഗുരു എല്ലാം അതേ രീതിയിൽ അടുപ്പിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തായാലും ചിട്ടയും മരണമുണ്ട്. അതാണ് ഗുരു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനും സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് ഗുരു ആഗ്രഹിക്കുന്നത് എന്തോ അത് പറയുക. ഗുരു നമ്മൾക്കത് എഴുതിയെടുക്കും. പിന്നെ സാറുണ്ട്. പിന്നെ ഇത് പിന്നീട് നമുക്ക് നിയമത്തിന്റെ ചട്ടം അതിനെ വേണ്ട ഇതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടോ അതിനുള്ള കഴിവുള്ള ആളുകളുമായിട്ട് പിന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്ത് ഇതിന്റെ ഒരു വീഴ്ച സ്ഥാപനം എപ്പോഴും വലിക്കണമല്ലോ. സ്ഥാപനം ഉണ്ടെങ്കിലേ വിശ്വാസികളുള്ളൂ. അപ്പൊ ആ രീതിയിൽ വേറെ രണ്ടെണ്ണം കൊടുക്കാതെ മറ്റേ ബുക്കിന്റെ കാപ്പി ഉണ്ട്. അവിടെ ചെന്ന് വാങ്ങിക്കണ്ടോ? പിന്നെ ഇത് സംസാരിച്ചില്ലല്ലോ. നമ്മൾ വിഷയത്തിലോട്ട് വന്നിട്ട് ഇത് അതിന്റെ ഔട്ട്ലൈൻ സാറിന് ഏകദേശം ഒന്ന് ആ കാര്യം പറഞ്ഞപ്പോഴേ അപ്പൊ അത്രയും ആ ഇതിൽ നിന്ന് ആദ്യമേ ഞാൻ പറഞ്ഞില്ല, ഈ കൊച്ചു പുസ്തകം 20 കൊല്ലത്തിന് മുമ്പ് ഗുരു ഇങ്ങനെ എണ്ണ വെച്ചെന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എഴുതിയോ ചിന്തിച്ചൊന്നുമല്ല. അപ്പൊ അങ്ങനെ അന്ന് മുതലേ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ആ ഈ ചിട്ട ആളുകളിലും ആ ഈ ചിട്ടയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെ യൂണിവേഴ്സലായിട്ട് ഉള്ള ചില പ്രിൻസിപ്പിൾസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇതിൽ കാണുന്നത്.
അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ ചെയ്തിരിക്കുന്ന ഓരോ യൂണിറ്റുകളോ ഓരോ സെക്ഷനും ഇതും പ്രവർത്തിക്കുന്നവരും അത് മനസ്സിലാക്കണം. ഞങ്ങള് ഇത് കുറെ ഗുണമുണ്ടാക്കുക എന്നുള്ളത് അല്ല മുഖ്യമായ ലക്ഷ്യം. പണം ആവശ്യമാണ്, ഇതിന്റെ നിലനിൽപ്പിനാണ്. അതാണ്. അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് വളർത്തിയെടുക്കും. ഇന്നത് വലിയ ആവശ്യമാണ്. അതില്ലെങ്കിൽ തകർന്നു, സമൂഹം തകർന്നു. അതുകൊണ്ട് ഈ കൂട്ടായ്മ അതിലെ ഇതൊക്കെ കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പൊ ഈ സഹകരണ മനോഭാവം യഥാർത്ഥത്തിൽ മനുഷ്യനൊരു സഹകരണ ജീവിയാണ്. എന്തൊക്കെ ആര് പറഞ്ഞിരുന്നാലും, അല്ലാതെ സർവൈവൽ ടു ദ ഫിറ്റസ്റ്റ് എന്നുള്ള തത്വം ഇപ്പം ആധ്യാത്മികമായ കാര്യങ്ങളൊന്നും എടുക്കാതെ നമ്മൾ നോക്കിയിരുന്നാലും കാണാൻ കഴിയുന്ന ഒന്നാണ്. മനുഷ്യൻ തികച്ചും ഒരു സഹകരണം ചെയ്യുകയാണ്. അവന് സഹകരണം കൂടാതെ അവൻ ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ വലിയൊരു അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പ്രിൻസ് ക്രൊപ്പോട്കിൻ എന്നും പറഞ്ഞു, ഒരു വലിയ നരവംശ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇവിടെ ഇന്ത്യയിലും നേപ്പാളില് ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലേക്ക് താമസിച്ച് സെർവ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മ്യൂച്വൽ എയ്ഡ്. പരസ്പരം സഹകരിച്ച് ജീവിക്കുന്നതാണ് മനുഷ്യൻ. എന്നിട്ട് അതിന് അദ്ദേഹം പല സമൂഹത്തിൽ തന്നെ ഉറുമ്പ്, പക്ഷികള്, മറ്റു മൃഗങ്ങള്, ഇവരുടെ എല്ലാം ജീവിതം റിപ്പോർട്ട് ചെയ്തു. മനുഷ്യൻ സഹകരണ ജീവിയാണ്. സഹകരിക്കാതെ മറ്റു സാന്തോമിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് അവരുടെ നാശം. വളരെ ഏറെ സമസ്യ അത് വാങ്ങാൻ കിട്ടി. ഞാനത് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കണ്ട് എന്റെ ഒരു വലിയ ഒരു ആരാധ്യൻ, വലിയ ഗുരുവും ആയിരുന്നു ആർദർ മോഹൻ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ് എനിക്കിത് വായിക്കുന്നത്. അദ്ദേഹം ചില പുസ്തകങ്ങൾ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം ഒരു യൂറോപ്യനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ആ മഹത്തായ തത്വങ്ങളില് തനി ഭാരതീയന്റെ ആ ദേശദർശിത്വവും എല്ലാം അറിയുന്നത് കാണാൻ കഴിയും. ഇന്ത്യയിലും നമ്മൾ പുസ്തകം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അത് അവിടെ എല്ലാം കൂടി എടുത്തപ്പോൾ ഇത് മാത്രമല്ല, മൊത്തത്തില് എല്ലാം കൂടി എടുക്കപ്പോഴും ഇനി നോക്കുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ആഹാരം വിശ്രമിക്കണ്ടേ, ഭക്ഷണം കഴിക്കണം. സാറിന് ഒരു എത്ര മണിക്ക്? 3 മണിക്ക് പോകണം, 2:30. അല്ല അത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊരു 4 മണിക്ക് പോകത്തൊക്കെ ഒരു കഴിച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ ആ പോയിന്റിലേക്ക് വന്നില്ല. ആ ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സാറിന് അല്ല അത് ബേക്കറിന് എനിക്ക് ഷുഗർ ലെവൽ കുറയും. അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കില്ലെങ്കിലേ എന്തെങ്കിലും കഴിക്കും. ഇപ്പൊ എന്തെങ്കിലും എപ്പോഴാണ് കൂടെ കഴിക്കും. അത് കഴിച്ചിട്ട് കഴിച്ചില്ല. അതെല്ലാം കൂടി ഒന്ന് എടുത്ത് പോയിട്ട്
മുമ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. ആദ്യം കൊടുത്തു കാണണം, പണ്ട് വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നു. അമ്മയില്ല, അത് ഇപ്പൊ കൊടുത്തിട്ടില്ല. എല്ലാം കൂടെ കൊടുത്ത എല്ലാം കൂടെ വന്നിട്ടുണ്ട്. തന്നെയാണോ ടീച്ചർ? ആ